ജമ്മു കാശ്മീരിലെ പെഹൽഗാമിലാണ് ഉള്ളത്. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും എത്രത്തോളം മനോഹരമാണ് ഈ സ്ഥലം എന്നുള്ളത്. ബൈസരൻ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ അധികം ദൂരം ഇനിയും നടന്നാൽ മാത്രമാണ് അവിടെ എത്തുകയുള്ളൂ. ആ യാത്ര വളരെ മനോഹരമായ യാത്രയാണ് എന്ന് വേണം പറയാൻ. മലനിരകൾ, കല്ലുകൾ, ഒഴുകി വരുന്ന നദി, പച്ചപ്പ് നിറച്ച പുൽത്തകിടുകൾ, മരങ്ങൾ, പൈൽമരങ്ങൾ, അത്തരത്തിൽ മനോഹരമായൊരു കാഴ്ചയാണ് നമുക്ക് ഈ യാത്ര സമ്മാനിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മിനി സ്വിറ്റ്സർലൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കുന്ന കാഴ്ചകൾ വഴിയിൽ ഉടനീളം ഉണ്ട് എന്നത് യാഥാർത്ഥ്യം. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പൈൻമരക്കാടുകൾ, അതോടൊപ്പം തന്നെ അപ്പുറം മഞ്ഞ് പുതച്ചു നിൽക്കുന്ന മലനിരകൾ, അതിന് താഴത്തേക്ക് ഒഴുകി പോകുന്ന നദി, ഒരൊപ്പം നല്ല പച്ചപ്പ്, ഇതൊക്കെ മനോഹരമായ കാഴ്ചയാണ്. അത് മാത്രമല്ല ഒരുപാട് മറ്റു കാഴ്ചകളും ഈ യാത്രയിൽ കാണാൻ ഉണ്ട് എന്നത് പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് ചെറിയ ചെറിയ പൂക്കളൊക്കെ നമുക്ക് നിരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും. മഞ്ഞയും വെള്ളയും അതോടൊപ്പം തന്നെ മറ്റ് ചുവപ്പും ഒക്കെ കളറിലുള്ള നിരവധി പൂക്കൾ ഈ യാത്രയിൽ ഉടനീളം ഇങ്ങനെ പരവതാനി വിരിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്നു. അത്തരത്തിൽ മനോഹരമായൊരു കാഴ്ച ഇവിടെ എന്താണെങ്കിലും സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്. വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ് ബൈസരൻ, അതോടൊപ്പം പെഹൽഗാമൊക്കെ. അത്തരത്തിൽ ആളുകൾ ധാരാളം വരുന്നിടം. അവിടെയാണ് കഴിഞ്ഞ ദിവസം ഈ ഭീകര ആക്രമണം ഉണ്ടായത്. 26 പേരുടെ ജീവൻ ഭീകരർ എടുത്തത്. വലിയ ആശങ്ക എന്താണെങ്കിലും ഇപ്പോൾ ഈ മേഖലയിൽ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സുരക്ഷാ സേനയുടെയൊക്കെ വലിയ നിരീക്ഷണം ഈ മേഖലയിൽ ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു. കൂടുതൽ ടൂറിസ്റ്റുകളെ ആരെയും ഇപ്പോൾ ഇങ്ങോട്ട് കടത്തിവിടുന്നില്ല. അത്തരത്തിൽ ഒരുപാട് നടപടികൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധിയായ നടപടികൾ ഒരു വശത്ത് നടക്കുന്നു. പെഹൽഗാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വരുമാനം ടൂറിസമാണ്. ആ ടൂറിസത്തിന് ഒരു കനത്ത തിരിച്ചടിയാണ് ഭീകരാക്രമണം ഉണ്ടാക്കിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മനോഹരമായ പൈൻമരങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങൾ പഴക്കമുള്ളവ. മനോഹരമായ ഒരുപാട് നദികൾ പെഹൽഗാമിലൂടെ ഒഴുകുന്നുണ്ട്. അങ്ങ് മലമുകളിൽ നിന്ന് മഞ്ഞ് ഉറഞ്ഞ വെള്ളമായി നദികളായി മാറുകയാണ്. ഒരുപാട് അരുവികളുണ്ട്. അങ്ങനെ നിരവധി അരുവികളും പുഴകളും ഒക്കെ ചേർന്നാണ് പെഹൽഗാം എന്ന പ്രദേശം. അതോടൊപ്പം തന്നെ അതുകൊണ്ട് തന്നെ വരുന്ന ആളുകൾക്ക് വെള്ളത്തിൽ ഇറങ്ങാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. നല്ല തണുത്ത വെള്ളമാണ്, ഐസ് ഉറഞ്ഞു വരുന്ന വെള്ളമായതുകൊണ്ട് വെള്ളത്തിൽ നല്ല തണുപ്പ് ഉണ്ട്. അത്തരത്തിൽ ഒരു മനോഹരമായ അനുഭവം അവിടെയും നൽകുന്നു. അങ്ങനെ പൈൻ മരങ്ങളും അതോടൊപ്പം തന്നെ കാടുകളും ഒപ്പം ഇതുപോലത്തെ പാറക്കെട്ടുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയാണ് ബൈസരൻ എന്ന മിനി സ്വിറ്റ്സർലാൻഡിനെ സന്ദർശകരുടെ പ്രധാനപ്പെട്ട ഇടമാക്കി മാറ്റുന്നത്. നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും അത്ര മനോഹരമായി തന്നെയാണ് ഓരോ നദികളും ഒഴുകി വരുന്നത്. ആ ശബ്ദം, നദികൾ മുകളിൽ നിന്നോട്ട് ഒഴുകിയെത്തുന്നതിൻ്റെ ശബ്ദം നമുക്ക് താഴെ നിന്നാൽ പോലും കേൾക്കാൻ കഴിയും. അത്തരത്തിൽ അത്ര മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്നു. അത്ര മനോഹരമായ ദിവസങ്ങൾ നമുക്ക് ഇവിടെ എത്തുകയാണെങ്കിൽ ബൈസരൻ സമ്മാനിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്താണെങ്കിലും പെഹൽഗാം ഒരു സ്വർഗമാണ് എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം വിനോദസഞ്ചാരികൾക്ക് അത്രയധികം കാണുവാനും ആഘോഷിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ വേണ്ട എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഭീകരാക്രമണം ടൂറിസത്തിൻ്റെ ഒരു താളം തിരിച്ചിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ആളുകൾക്ക് ഇങ്ങോട്ട് എത്തിപ്പെടുന്നതിൽ ഭീതിയുണ്ട്. നിരവധി ബുക്കിങ്ങുകളൊക്കെ നേരത്തെ മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ക്യാൻസൽ ആവുന്നു. അതോടൊപ്പം തന്നെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടാകുന്നു. പെഹൽഗാമിൽ നിന്നും ബൈസരനിലേക്കുള്ള യാത്ര ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ, ഈ നദിക്ക് ഇടയിലൂടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണ കുതിരപ്പുറത്തൊക്കെയാണ് ആളുകൾ പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ആ സംവിധാനമൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും വളരെ പണിപ്പെട്ട് വേണം അവിടെ എത്താൻ. പക്ഷേ എത്തിയാൽ ആ യാത്രയിൽ കാണുന്ന കാഴ്ചകളൊക്കെ ഏറെ മനോഹരമായതുകൊണ്ട് തന്നെ ഒരു നഷ്ടവും തോന്നില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉർഗടനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, പെഹൽഗാം.